Hello students, in this video we'll discuss about large sized societies and farmers service society. In the last video we have discussed about service cooperative societies, and at that time I have mentioned that in the packs, in the evolution of packs, the large sized after the large sized societies only the service cooperative societies have started. So large size societies have come after the multi-purpose cooperative societies that we have discussed 2 days back. So now we have already discussed the small sized societies, the multi-purpose cooperative societies, and after that it comes the large sized society and the service cooperative society that we have discussed in the last class, and farmers service society. So coming over to the large sized society, the Rural Credit Survey Committee came to the conclusion that village societies would not succeed without a large area of operation, sufficient working capital, better trained personnel, and financial support from the state. ഇത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തുടങ്ങി ക്രെഡിറ്റിൻ്റെ കൂടെ തന്നെ പല പല കാര്യങ്ങളും, അതായത് ടെക്നിക്കൽ അഡ്വൈസ് ആയാലും മാർക്കറ്റിംഗ് ആയാലും അവർക്ക് കൺസ്യൂമർ ഗുഡ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായാലും ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെ ഒരുവിധം ആക്ടിവിറ്റീസ് എല്ലാം അണ്ടർടേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൾട്ടിപർപ്പസ് സൊസൈറ്റീസിനെ തുടങ്ങിയത്. അപ്പോൾ അത് നിലനിൽക്കുന്ന സമയത്താണ് ഈ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഒരു കൺക്ലൂഷനിലെത്തുന്നത്. ഈ ലാർജ് ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോപ്പറേറ്റീവ്സിന്, റൂറൽ കോപ്പറേറ്റീവ്സിന് അല്ലെങ്കിൽ പ്രൈമറി ലെവലുള്ള കോപ്പറേറ്റീവ്സിന് സക്സീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം, ബെറ്റർ ട്രെയിൻഡ് പേഴ്സണൽ വേണം, ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം ദി സ്റ്റേറ്റ് വേണം എന്നൊക്കെ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി കണ്ടെത്തുന്നത് ഈ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസൊക്കെ നിലവിൽ വന്നതിന് ശേഷമാണ്. Neither SSS, that is small sized cooperative societies, nor MPCS, multi-purpose cooperative societies, is a suitable pattern for the development of credit cooperatives at primary level. ഈ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റീൻ്റെ ഒരു ഒബ്സർവേഷൻ ആയിരുന്നു അത്. ഇതൊന്നും പോരാ. It recommended for the formation of large sized societies which decided to provide adequate credit and services to farming community. അപ്പോൾ ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റും സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതാണ് ലാർജ് സൈസ് സൊസൈറ്റി. അതിൻ്റെ കോൺസെപ്റ്റ് ഇതായിരുന്നു, വളരെ കുറച്ച് ആൾക്കാരുമായിട്ട് ഒരു സൊസൈറ്റി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ദ സൊസൈറ്റി ടു റേസ് ഫണ്ട്സ്. നമുക്കറിയാലോ, വളരെ മീഗർ എമൗണ്ടാണ് ഷെയർ ക്യാപിറ്റലൊക്കെ ആയിട്ട് കളക്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് ആൾക്കാരാണ്, കുറച്ച് ഏരിയയിലേക്ക് മാത്രമുള്ള കുറച്ച് ആൾക്കാരാവുന്ന സമയത്ത് ഫണ്ടിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ലാർജ് സൈസാണ് നല്ലത്, അതാണ് ബെറ്റർ എന്ന് ഈ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ദീസ് ഷുഡ് ബി ദ ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് അവർ പറഞ്ഞതാണ്. ആസ് പെർ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ദ ലാർജ് സൈസ് സൊസൈറ്റി ഷുഡ് ബി ഓർഗനൈസ്ഡ് ഓർ റീഓർഗനൈസ്ഡ് ടു കവർ ഗ്രൂപ്പ്സ് ഓഫ് വില്ലേജസ്. ഇപ്പോൾ ഒരു വില്ലേജിന് ഒരു കോപ്പറേറ്റീവ് എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ആൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, അത് മൾട്ടിപർപ്പസ് ആയാലും സ്മോൾ സൈസ് ആയാലും ഒരു വില്ലേജ് ആയിരുന്നു എടുത്തിരുന്നത്. അത് മാറ്റി ഒന്നിൽ കൂടുതൽ വില്ലേജസ്, ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് എടുക്കണം എന്ന് പറഞ്ഞു. ദെൻ ഷുഡ് ഹാവ് ലാർജർ മെമ്പർഷിപ്പ്, കൂടുതൽ മെമ്പർഷിപ്പ് ഉണ്ടാവണം. ആൻഡ് റീസണബിളി ആഡിക്വേറ്റ് ഷെയർ ക്യാപിറ്റൽ, അതായിരുന്നു ഉദ്ദേശം. ഷെയർ ക്യാപിറ്റൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ലാർജർ മെമ്പർഷിപ്പ്. ഒരു 300 to 500 ആൾക്കാരെ വരെ മെമ്പറാക്കാം എന്നാണ് ക്രെഡിറ്റ് സർവേ കമ്മിറ്റി പറഞ്ഞത്. ദെൻ ഹെഡ് ക്വാർട്ടർ ഓഫ് സച്ച് എ സൊസൈറ്റി ഷുഡ് ബി കൺവീനിയൻ്റ്ലി ലൊക്കേറ്റഡ്. അങ്ങനെ ഇത്രയും കുറച്ച് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൺവീനിയൻ്റ്ലി ലൊക്കേറ്റഡ് ആയിരിക്കണം. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഷുഡ് ബി സച്ച് ആസ് ടു പ്രൊവൈഡ് ഇറ്റ് വിത്ത് ആഡിക്വേറ്റ് ബിസിനസ്. ആവശ്യത്തിന് ബിസിനസ് കിട്ടുന്ന രീതിയിലായിരിക്കണം ഏരിയ ഓഫ് ഓപ്പറേഷൻസ്. അതുകൊണ്ടാണ് വളരെ കുഞ്ഞാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ലിമിറ്റഡ് ലയബിലിറ്റി ബേസിസ്. ഈ ലാർജ് സൈസ്ഡ് സൊസൈറ്റീസിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഓൺ ദി ബേസിസ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അതായത് ദ മെമ്പേഴ്സ് വിൽ നോട്ട് ബി ലയബിൾ ഫോർ ദ ഡെപ്റ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ, സൊസൈറ്റി.
The state should participate in the share capital of these societies. According to Rural Credit Survey Committee, shortage of funds ആണ് ഈ പ്രൈമറി കോപ്പറേറ്റീവ്സിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. That is a major problem that is faced by these primary cooperatives. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഷുഡ് ലാർജ് സൈസ്ഡ് സൊസൈറ്റീസ് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു ദ ഗവൺമെൻറ് ഓൾസോ ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദീസ് സൊസൈറ്റീസ്, ഷുഡ് പ്രൊവൈഡ് ലോൺസ് ഓൺ ദി ബേസ് ഓഫ് ക്രോപ്പ് ലോൺ സിസ്റ്റം. പിന്നെ ഈ ലാർജ് സൈസ് സൊസൈറ്റീസിന് വന്നിട്ടുള്ള വേറൊരു ഫീച്ചർ, എസെൻഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ക്രോപ്പ് ലോൺ സിസ്റ്റം. ഈ ക്രോപ്പ് ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ കർഷകന് ചുമ്മാ വായ്പ കൊടുക്കുകയല്ല, ആ കർഷകന് എന്താണോ കൃഷി ഇറക്കുന്നത് ആ കൃഷിയുടെ അടിസ്ഥാനത്തിൽ, ഇപ്പം നെല്ല് ഉണ്ടാക്കണ കർഷകനാണെങ്കിൽ അയാൾക്ക് ആ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ എത്ര ചിലവ് വരും എന്നൊക്കെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി വിലയിരുത്തി ആ ക്രോപ്പിനനുസരിച്ചുള്ള ലോണ് കൊടുക്കുകയും അതിൻ്റെ ഹാർവെസ്റ്റിംഗ് സീസൺ ആവുന്ന സമയത്ത് അത് ഹാർവെസ്റ്റ് ചെയ്ത് വിൽക്കുമ്പോൾ തന്നെ ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി തന്നെ ഈ കാശ് തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന ഒരു രീതി, അതാണ് ക്രോപ്പ് ലോൺ സിസ്റ്റം എന്ന് പറയുന്നത്. Consumption needs should be met out by chitti funds to be started by each society. പിന്നത്തെ ഒരു ഫീച്ചറായിട്ട് ഈ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി പറയുന്നത് ചിട്ടി ഫണ്ട്സ്, സൊസൈറ്റീസ് തന്നെ ചിട്ടികൾ തുടങ്ങാം. ചിട്ടികൾ തുടങ്ങുന്നതെന്ന് വെച്ചാൽ എന്നിട്ട് ആൾക്കാരുടെ ഈ ഫാമേഴ്സിൻ്റെ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ കൺസംഷൻ നീഡ്സൊക്കെ ഈ ചിട്ടി ഫണ്ട്സിലൂടെ മീറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുക. Then should provide an effective link between large size societies and marketing societies. അത് ഈ ക്രോപ്പ് ലോൺ സിസ്റ്റം കൊടുക്കാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ടാണ്. ക്രോപ്പ് ലോൺ സിസ്റ്റത്തിനകത്ത് ഈ ഡിഫോൾട്ടൊക്കെ കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ കാശ് തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു ലിങ്കേജ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. Then should have full time paid secretaries. ഈ സെക്രട്ടറിമാരെയൊക്കെ ഹോണററി സെക്രട്ടറീസൊക്കെ ആവുന്ന സമയത്താണ് അതിൻ്റെ ഫങ്ഷണൽ ഇഫക്റ്റീവ്നെസ് കൂടാത്തത്. അതുകൊണ്ട് ഒരു പെയ്ഡ് സെക്രട്ടറി തന്നെ, അതിന് ഫുൾ ടൈം പെയ്ഡ് സെക്രട്ടറി വേണമെന്ന് പറഞ്ഞു. ദെൻ ഷുഡ് അട്രാക്ട് ലാർജ് ഡെപ്പോസിറ്റ് സോ ദാറ്റ് ദേ വിൽ നീഡ് ലെസ് ബോറോഡ് ക്യാപിറ്റൽ. കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ആക്ടിവിറ്റി ഷുഡ് ബി അണ്ടർടേക്ക് ബൈ ലാർജ് സൈസ് സൊസൈറ്റി. അങ്ങനെ ആകുമ്പോൾ അവരുടെ ഡെപ്റ്റ് ക്യാപിറ്റൽ അവർക്ക് കുറയ്ക്കാൻ സാധിക്കും, ബോറോഡ് ക്യാപിറ്റൽ കുറയ്ക്കാൻ സാധിക്കും. ഇനി എന്താണ് ബേസിസ് ഓഫ് പ്രൊവൈഡിങ് ക്രോപ്പ് ലോൺ? അപ്പോൾ ഇതിനകത്തുള്ളൊരു മേജർ സാധനം, ബാക്കി എല്ലാത്തിലും പറയുന്നതാണ്. ഒന്ന് ലാർജ് സൈസ്, ആ പേരിൽ പറയുന്ന പോലെ തന്നെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വലുതാക്കുക, പിന്നെ കൂടുതൽ ആൾക്കാരെ ക്യാറ്റർ ചെയ്യുക, അപ്പോൾ കൂടുതൽ വില്ലേജസ് ആവും. പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ക്രോപ്പ് ലോൺ സിസ്റ്റമാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് പ്രൊവൈഡിങ് ക്രോപ്പ് ലോൺ സിസ്റ്റം എന്നുള്ളതും കൂടെ ഡിസ്കസ് ചെയ്യാം. പ്രൊഡക്ഷൻ ഈസ് ദ മെയിൻ പേർപ്പസ് ഓഫ് ഡിസ്പേഴ്സ്മെൻറ്റ്. നമ്മൾ ലോണ് കൊടുക്കുന്ന പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിക്കാണ്. അപ്പോൾ ആ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ബേസിസ്. ദെൻ ഷോർട്ട് ടേം ലോൺസ് ഗിവൻ ഓൺ ദ ബേസിസ് ഓഫ് ക്രോപ്പ് എക്സ്പെക്റ്റേഷൻ നോട്ട് കൺസിഡറിങ് ദ ടൈറ്റിൽ. അതായത് ലോണ് കൊടുക്കുന്നത് ഒരാൾക്ക് എത്ര സ്ഥലമുണ്ട് അല്ലെങ്കിൽ അയാൾ അതിൻ്റെ ഉടമസ്ഥനാണോ എന്ന് നോക്കിയിട്ടില്ല. ഇതുവരെ സാധാരണഗതിയിൽ പ്രൈമറി കോപ്പറേറ്റീവ്സൊക്കെ ലോണ് കൊടുക്കുക എങ്ങനെയാണ്? ആധാരം നമ്മുടെ പേരിലുണ്ടെങ്കിൽ നമുക്ക് ആധാരം വെച്ചിട്ട് ലോൺ എടുക്കാം. ഇവിടെ ടൈറ്റിൽ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് നോട്ട് കൺസിഡേർഡ്. അയാൾ എന്താണ് വിളവിറക്കുന്നത്? അപ്പോൾ പാട്ടത്തിന് സ്ഥലം എടുത്തിട്ട് കൃഷി ഇറക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഈ ക്രോപ്പ് ലോൺ സിസ്റ്റം അവെയിൽ ചെയ്യാം, ആ ലോൺ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഷോർട്ട് ടേം ലോൺസ് ആണ് ഗിവൻ ഓൺ ദ ബേസിസ് ഓഫ് ക്രോപ്പ് എക്സ്പെക്റ്റേഷൻ. എന്താണ് വിള അയാൾ പ്രതീക്ഷിക്കുന്നത് അതിനാണ് ലോൺ കൊടുക്കുന്നത്, അല്ലാതെ ടൈറ്റിലിനല്ല. The loan amount depends upon the estimated outlay on raising crop. ഓരോ തരത്തിലുള്ള ക്രോപ്പിനും എത്രയാണോ എസ്റ്റിമേറ്റഡ് ഔട്ട്ലേ അതിനനുസരിച്ചിരിക്കും ലോൺ എമൗണ്ട്. റിക്കവറീസ് ആർ മെയ്ഡ് ഫ്രം ദ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ക്രോപ്പ്. ആ ക്രോപ്പ് തന്നെ വിൽക്കുന്ന സമയത്ത് റിക്കവറീസ് നടത്തും. ആൻഡ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ സെക്കൻഡ് 5-year പ്ലാൻ. ഇന്ത്യയിൽ ഇങ്ങനെ റെക്കമെൻഡേഷൻസ് റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി നടത്തിയിട്ട് ദീസ് റെക്കമെൻഡേഷൻസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡ് 5-year പ്ലാൻ. സെക്കൻഡ് 5-year പ്ലാൻ്റെ പീരീഡ് എത്രയാണ്? 1956 to 61 ആണ്. മെർജിങ് അത് എങ്ങനെയാണ് ചെയ്തത്? അത് ഐദർ മെർജിങ് SSS ഓർ MPCS സ്മോൾ സൈസ് സൊസൈറ്റീസിനെയോ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയോ മെർജ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പുതിയത് തുടങ്ങി ഫ്രഷ് രജിസ്ട്രേഷൻ, ഇങ്ങനെയാണ് അത് നിലവിൽ വന്നത് ഇൻ ദ സെക്കൻഡ് 5-year പ്ലാൻ.
ഇത്രയാണ് നമുക്ക് ലാർജ് സൈസ്ഡ് സൊസൈറ്റീസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഈ ലാർജ് സൈസ്ഡ് സൊസൈറ്റീസിന് ശേഷമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുള്ള സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വന്നത്. ഈ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലും എന്താ പറയുക, ഓവർ ദ ഇയേഴ്സ് ഇതൊന്നും ഇഫക്റ്റീവ് അല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ കാലക്രമേണ ഇതിൻ്റെയൊക്കെ ഇഫക്റ്റീവ്നെസ് ചോദ്യം ചെയ്യപ്പെടുകയും ഓരോ സമയത്ത് വന്നിട്ടുള്ള കമ്മിറ്റീസും കമ്മീഷൻസും ഒക്കെ അതിനകത്തുനിന്ന് ഡിഫറെൻ്റായിട്ട് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിൽ നിന്ന് മെച്ചപ്പെട്ട രൂപത്തിലേക്ക് ഓരോ സൊസൈറ്റീസ് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി വരുന്നത് ഫാമർ സർവീസ് സൊസൈറ്റിയാണ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ആഫ്റ്റർ ദ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഞാൻ പറഞ്ഞു. ദെൻ സജസ്റ്റഡ് ബൈ നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഇൻ 1972. 1972 നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു കമ്മീഷനാണ് ഇങ്ങനെ ഇതുവരെയുള്ള ഈ സാധനങ്ങളൊന്നും പോരാ, എന്ത് വേണം, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അത്ര ഇഫക്റ്റീവ് അല്ല, ഇതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഫാമർ സർവീസ് സൊസൈറ്റി തുടങ്ങുന്നത്. ഈ കമ്മീഷൻ്റെ ഫൈൻഡിങ്സ് എന്തായിരുന്നു വെച്ചാൽ, ദ എക്സിസ്റ്റിംഗ് ക്രെഡിറ്റ് ഫെസിലിറ്റി വെർ ഇനാഡിക്വേറ്റ് ആൻഡ് ഇൻഎഫക്റ്റീവ്. ഇപ്പോൾ നമ്മൾ സർവീസ് കോപ്പറേറ്റീവ്സിനെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര നല്ല രീതിയിലാണ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫങ്ഷനിങ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഓവർ ദ ഇയേഴ്സ് ഇറ്റ് പ്രൂവ് ടു ബി ഇൻഎഫക്റ്റീവ്, അതാണ് സത്യം. പിന്നെ മൾട്ടിപ്ലിസിറ്റി ഓഫ് ഏജൻസീസ് ഹാസ് ക്രിയേറ്റഡ് കൺഫ്യൂഷൻ അമംഗ് ദ ഫാമേഴ്സ് ആൻഡ് ഹാസ് മെയ്ഡ് ആക്സസ് ടു ക്രെഡിറ്റ് ഡിഫിക്കൽട്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ റൂറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകുന്ന സമയത്ത് ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് കൺഫ്യൂഷൻസ് ഫോർ ഫാമേഴ്സ് ആൻഡ് ഹാസ് മെയ്ഡ് ആക്സസ് ടു ക്രെഡിറ്റ്, ആ ക്രെഡിറ്റിനുള്ള ആക്സസ് ഡിഫിക്കൽട്ടാക്കി മാറ്റി. ഇതൊക്കെയാണ് കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നത്. അതിൻ്റെ ബേസിസിൽ ഹി റെക്കമെൻഡഡ്, അല്ലെങ്കിൽ ദ കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഓർഗനൈസേഷൻ ഓഫ് ഫാമർ സർവീസ് സൊസൈറ്റി അറ്റ് ദ ബേസ് ലെവൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ള സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഫാമർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ബേസ് ലെവലിൽ ഫോം ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ഒരു പൈലറ്റ് സ്കീമായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കട്ടെ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് കേരള ഗവൺമെൻറ് എടുത്ത ഡിസിഷൻ, നമ്മുടെ പ്രൈമറി കോപ്പറേറ്റീവ്സൊക്കെ കുറച്ചും കൂടി സ്ട്രോങ്ങറാണ്, ദർ ഇസ് നോ നീഡ് ഓഫ് ഫാമർ സർവീസ്, ഇങ്ങനൊരു മാറ്റം ഫാമർ സർവീസ് സൊസൈറ്റി പറയുന്ന ഒരു മാറ്റം വരേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിലാണ് കേരള ഗവൺമെൻറ് ആ സമയത്ത് നിന്നത്. അവർക്ക് 1972 ഈ റെക്കമെൻഡേഷൻ വരുന്നത്. The study group constituted by the central government and headed by the new Union Minister T.A. Pai also favored the concept of FSS. അതിനുശേഷം പിന്നെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് വന്നു. 1972 ഇങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ നടന്നു, പൈലറ്റായിട്ട് അങ്ങനെ എന്നാൽ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇതൊന്ന് തുടങ്ങി നോക്കാം എന്ന് ഇന്ത്യൻ ഗവൺമെൻറ് പറയുകയും ചെയ്തു. അതിനുശേഷം T.A. പൈൻ്റെ നേതൃത്വത്തിൽ ഒരു സ്റ്റഡി ഗ്രൂപ്പ് വീണ്ടും സെൻട്രൽ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും എന്നിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും കൂടി, കാരണം പൈലറ്റ് സ്റ്റഡി അല്ലേ നടത്തിയിട്ട് പൈലറ്റായിട്ടാണ് ലോഞ്ച് ചെയ്തത്, അപ്പോൾ പിന്നെ ഒന്നും കൂടി ഇതിനെക്കുറിച്ച് പഠിച്ചു. ആ പഠിച്ച കമ്മിറ്റിയും എന്ത് ചെയ്തു, ദേ ഫേവേർഡ് ഫാമർ സർവീസ് കോപ്പറേറ്റീവ്സ്, അതാണ് നല്ലത്, ഫാമർ സർവീസ് സൊസൈറ്റീസ് വരുന്നതാണ് നല്ലതെന്ന് അവരും പറഞ്ഞു. ഇവരും കൂടെ പറഞ്ഞ സമയത്ത് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാറി നിൽക്കാൻ വയ്യ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്തു, കേരള ഗവൺമെൻറ് ഓൾസോ ദിസ് ടൈം കേരള ഡിസൈഡഡ് ടു ഓർഗനൈസ് 20 such സൊസൈറ്റീസ് ബൈ കൺവേർഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പാക്ട്സ്. എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ നമുക്ക് നിലവിലുണ്ടായിരുന്ന സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സിൻ്റെ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഫോമാണ് നമുക്ക് നിലവിലുണ്ടായിരുന്ന ആ സമയത്ത്. അത് അങ്ങനത്തെ 20 എണ്ണത്തിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന നിലയിൽ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഓർഗനൈസ് ചെയ്ത് ഫാമർ സർവീസ് സൊസൈറ്റി ആക്കി മാറ്റി. കാരണം ഇങ്ങനെ ഒരു റെക്കമെൻഡേഷനും കൂടെ വന്നതിന് ശേഷം in Kerala FSS could be formed only under cooperative, so it is known by the name Farmer Service Cooperative Societies. ബാക്കിയുള്ള സ്റ്റേറ്റ്സിലൊക്കെ ഫാമർ സർവീസ് സൊസൈറ്റി തുടങ്ങണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബേസ് ലെവലിൽ, അത് കോപ്പറേറ്റീവ്സിൻ്റെ അണ്ടറിൽ വേണമെന്ന് പറഞ്ഞിട്ടില്ല. സോ ഫാമർ സർവീസ് സൊസൈറ്റീസ് വേ ഫോംഡ് അണ്ടർ ദ പ്രൈവറ്റ് സെക്ടർ ആസ് വെൽ ആസ് ദ കോപ്പറേറ്റീവ് സെക്ടർ. പക്ഷേ കേരളത്തിൽ അത് കോപ്പറേറ്റീവ് സെക്ടറിൽ മാത്രമേ അലൗ ചെയ്തുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ പ്രകാരം if you want to form a farmers service society it should be under the cooperative head. അപ്പോൾ അതിൻ്റെ പേരിലും ഒരു മാറ്റം കൊണ്ടുവന്നു. ഫാമർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന FSS എന്നതിന് പകരം ഫാമർ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാക്കി അതിനെ മാറ്റി.
In other states, it can be formed either under cooperative or in the private sector. ഇനി എന്തൊക്കെയാണ് ഈ ഫാമർ സർവീസ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു സെർവ് എ കോമ്പാക്ട് ഏരിയ വിത്ത് എ പോപ്പുലേഷൻ ഓഫ് 20,000. 20,000 നമ്മുടെ ലാർജ് സൈസ്ഡ് സൊസൈറ്റിയെ ഓർമ്മിക്കുക. അതുകൊണ്ടാണ് ഇത് രണ്ടിനെയും കൂടെ ഒരു വീഡിയോ ആക്കിയത്. ആ ഒരു കോൺസെപ്റ്റ്, അതായത് ലാർജ് സൈസ്ഡ് സൊസൈറ്റിക്ക് ശേഷം സർവീസ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് മാറുകയും വീണ്ടും അതിനെ ഫാമർ സർവീസ് സൊസൈറ്റി എന്നുള്ള പേരിൽ കുറച്ചും കൂടെ വൈഡൻ ചെയ്തിട്ട് പോപ്പുലേഷൻ ഒരു 20,000 കവർ ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുകയാണ് ചെയ്തത്. ഇറ്റ് ഷുഡ് എൻലാർജ് ഇറ്റ്സ് മെമ്പർഷിപ്പ് ടു കവർ ദ എൻറ്റയർ പോപ്പുലേഷൻ ഓഫ് ദ ഏരിയ. അപ്പോൾ ഏരിയ ഓഫ് ഓപ്പറേഷനില്ലാത്തൊരു 20,000 ആൾക്കാർ വരെയുള്ള ഏരിയ ഓഫ് ഓപ്പറേഷൻ ആവാമെന്നും അപ്പോൾ അതിൻ്റെ മെമ്പർഷിപ്പ് ഇവർക്കൊക്കെ ക്യാറ്റർ ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടെ എൻലാർജ് ചെയ്യാമെന്നും. ലാർജ് സൈസിൽ 300 to 500 ആയിരുന്നു കേട്ടോ. എൻഷുവർ ദാറ്റ് വീക്കർ സെക്ഷൻസ് ഹാവ് ദ മെജോറിറ്റി ഓൺ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ്. വീക്കർ സെക്ഷൻസിന് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തണം. അതിന് 2/3 ഓഫ് ദ ബോർഡ് മെമ്പേഴ്സ് ഷുഡ് ബി ഫ്രം വീക്കർ സെക്ഷൻസ് എന്ന് പറയുന്നൊരു ക്ലോസ് അവിടെ കൊണ്ടുവന്നു. ദെൻ മൊബിലൈസ് സേവിങ്സ് ബൈ എൻകറേജിങ് ത്രിഫ്റ്റ്. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഈ സേവിങ് മനോഭാവമൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് ആ സേവിങ്സൊക്കെ മൊബിലൈസ് ചെയ്യുക എന്നുള്ളതും കൂടെ ഇതിൻ്റെ ഫീച്ചറാണ് ഫാമർ സർവീസ് സൊസൈറ്റിയുടെ. ദെൻ ടു പ്രൊവൈഡ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ്. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേമിനാണ് നമ്മൾ ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സും ഈ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസും ഒക്കെ ഉള്ളത്. ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ നമുക്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്ന 2 സ്ട്രക്ചേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഫാമർ സർവീസ് സൊസൈറ്റിയുടെ റെക്കമെൻഡേഷനിൽ അവരുടെ ഫീച്ചറായിട്ട് ദേ ഷുഡ് ബി ഏബിൾ ടു പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ഓൾസോ എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ദെൻ ഡിസ്ട്രിബ്യൂട്ട് ഫാം റെക്വിസിറ്റ്സ് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്. ഇതിപ്പോൾ ഒരു മൾട്ടിപർപ്പസിൻ്റെ ലെവലിലേക്കാണ്. എന്തൊക്കെ വേണം? ഫാം റെക്വിസിറ്റ്സും കൺസ്യൂമർ ഗുഡ്സും ഒക്കെ ഇവർക്ക് ക്രെഡിറ്റ് മാത്രം പോരാ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ദെൻ പ്രൊവൈഡ് ലോൺ ഫോർ സബ്സിഡിയറി ഓക്യുപ്പേഷൻസ്. അതായത് കൃഷിക്ക് മാത്രമല്ല, കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡ് വിത്ത് അഗ്രികൾച്ചർ, അതായത് സബ്സിഡിയറി ഓക്യുപ്പേഷൻസിനൊക്കെ ലോണ് കൊടുക്കണം. ദെൻ ഷുഡ് മാനേജ് ദ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. അപ്പോൾ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുത്താൽ മാത്രം പോരാ, ദേ ഷുഡ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. കർഷകരെ അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനൊക്കെ സഹായിക്കണം. ഷുഡ് ഹാവ് എ ക്വാളിഫൈഡ് ആൻഡ് കോമ്പിറ്റൻറ്റ് മാനേജിംഗ് ഡയറക്ടർ അപ്പോയിൻറ്റഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൺസെൻറ്റോട് കൂടിയിട്ട് അവരോട് കൺസൾട്ട് ചെയ്തുകൊണ്ട് ഒരു ക്വാളിഫൈഡും കോമ്പിറ്റൻറ്റും ആയിട്ടുള്ള ഒരു മാനേജിംഗ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യണം. ദ ഗവൺമെൻറ് ഷുഡ് ഡെപ്യൂട്ട് ടെക്നിക്കൽ പേഴ്സണൽ അറ്റ് ഇനീഷ്യൽ സ്റ്റേജ് ഓൺ ഫ്രീ സർവീസ് ബേസിസ്. പിന്നെ ഈ ടെക്നിക്കൽ അഡ്വൈസസൊക്കെ കൊടുക്കണമല്ലോ ഫാമേഴ്സിന്. അപ്പോൾ അതിന് ദ സൊസൈറ്റി വിൽ നോട്ട് ബി ഹാവിങ് ഫണ്ട് ടു കീപ് ട്രെയിൻഡ് പേഴ്സണൽ. അവർക്ക് ജോലി കൊടുത്ത് അവർക്ക് ശമ്പളം കൊടുക്കാനൊന്നും സൊസൈറ്റിക്ക് സാധിക്കില്ല. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഗവൺമെൻറ് ഷുഡ് പ്രൊവൈഡ് ടെക്നിക്കൽ പേഴ്സണൽ അറ്റ് ഫ്രീ സർവീസ്, അതായത് സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് ചിലവില്ലാത്ത രീതിയിൽ കൊടുക്കണം. A farmer service society should be a well-managed, viable institution to dispense not only credit but also other services for the improvement of standard of living of people in the rural area. ഇതാണ് അതിൻ്റെ മെയിൻ ലക്ഷ്യം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ എന്ന് നമ്മൾ ഇത് വരെയാണ് പറഞ്ഞിട്ടുള്ളത്, ഫീച്ചേഴ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. നാളത്തെ വീഡിയോയിൽ, നെക്സ്റ്റ് വീഡിയോയിൽ വി വിൽ മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ ഫാമർ സർവീസ് സൊസൈറ്റി ആൻഡ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് we will discuss upon the functions of this farmer service societies. Okay, thank you.